Respected cardamom planters, ஏலத்தோட்டத்தில் ஏக்கருக்கு 1000 கிலோவுக்கு மோலில் உணக்கச்சரக்கு பெர் ஏக்கரில் எடுക്കുന്ന மெத்தடில் ഇത് 7th വീഡിയോ. ഇപ്പോൾ ഉള്ള കാലാവസ്ഥ ഭയങ്കര ചൂട് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ വെള്ളം ആഴ്ചയ്ക്ക് 2 அல்லது 3 പ്രാവശ്യം, മിനിമം 2 പ്രാവശ്യമാവത് കുറച്ച് അടിച്ചാൽ മതി. കൂടുതൽ അടിച്ചാലും ഈ എവാപറേഷൻ ആയിട്ട് കംപ്ലീറ്റ്ലി മണ്ണിൽ വെള്ളം നിൽക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്തതുപോലെ ചെയ്ത് ഈ അരുമ്പ്, നമ്മുടെ ചരത്തിൻ്റെ അരുമ്പ് കരുകാതെ നോക്കി വരുന്ന മെത്തേഡാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അതോടെ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഫീൽഡിൽ കാണുന്നുണ്ട്. പക്ക റിസൾട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഡോക്ടർ അഗ്രി കൺസൾട്ടിങ് ചെയ്യുന്ന ഫീൽഡ് മൊത്തം ഈ ടെക്നോളജി, ഇസ്രയേൽ ഫോളോ അപ്പ് ചെയ്ത ഈ ടെക്നോളജി, ഇസ്രയേൽ മെത്തേഡ്. ഈ വാട്ടർ കറക്റ്റ് കൊടുക്കണം, കൂടുതൽ വേണ്ട. ഫെർട്ടിലൈസർ NPK കറക്റ്റ് നമുക്ക് കാലാവസ്ഥ നോക്കി കൊടുക്ക വേണ്ടിയ ആവശ്യമില്ല. എല്ലാ മാസവും നമുക്ക് NPK, മൈക്രോ ന്യൂട്രിയൻസ്, ഈ ഗ്രോത്ത് പ്രൊമോട്ടർ നമുക്ക് കൊടുക്കാം. അതുപോലെ സ്റ്റൈലില്ല ഈ 6 മാസം വന്നതുകൊണ്ട് ഇത്ര ചിമ്പും ഈ ഈൽഡും കമ്മിങ് ഇയർ പ്ലസ് ഇതിലെല്ലാം ഈ ഫീൽഡിൽ നിങ്ങൾ കാണുന്ന ഈ ഫീൽഡിൽ 1500 മുകളിൽ കിട്ടും. ചെടിക്ക് നാളുകൾ ചരക്ക് കിട്ടും. ഇപ്പോൾ നിൽക്കുന്ന കാ കൂടെ ചെടിക്ക് ഒരു 5 കിലോ പച്ചക്ക നിൽക്കുന്നുണ്ട്. ഇത് ഈസി ആയിട്ട് നമുക്ക് 1500 ഉണക്കച്ചരക്കൻ പെർ ഏക്കറിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ടെക്നോളജി, ഈ വാട്ടർ കൂടെ കൂടുതൽ നമുക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമില്ല. അതുപോലെ ഈ മണ്ണ് പണി, ഈ ന്യായമായിട്ട് എറുമ്പടി എല്ലാം ചെയ്തത് കൊണ്ട് എത്ര വ്യത്യാസമായിട്ട് വന്ന് ഈ ഏപ്രിൽ മാസത്തിൽ ചെടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഡ്രോപ്പിംഗ് ഇല്ലാതെ കൊണ്ടുപോകണം. അതിനു വേണ്ടി നമുക്ക് ചെയ്യ വേണ്ടിയത് പുതുമഴ കിട്ടുമ്പോൾ, ഇപ്പോൾ നമുക്ക് 23-ാം തീയതി തൊട്ട് നമുക്ക് ന്യായமான മഴ കിട്ടും. പിന്നെ മെയ് മാസം മൊത്തം നല്ല മഴയാകും. പിന്നെ ജൂൺ ജൂലൈ എൽ നിനോ കാരണം മഴ ഫെയിലിയർ ആകും. സോ നമുക്ക് ഫെയിലിയർ ആയാലും ഈ ടെക്നോളജി ചെയ്യുമ്പോൾ നമുക്ക് പക്ക കാസെറ്റിംഗ് ആകും. ഇപ്പോൾ ഞാൻ ജനുവരിയിലിരുന്ന് ഇന്ന് വരെ ഭയങ്കര ചൂട് തന്നെ. അങ്ങനെ ഇരുന്നും ഇതിൽ പക്ക വളർച്ച, സറം വളർച്ച, കാസെറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മേലെ ജൂൺ ജൂലൈ നമുക്കൊന്നും ചൂട് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ മഴയില്ലെങ്കിലും നമുക്ക് കാസെറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ടെക്നോളജി, ഈ ഡോക്ടർ അഗ്രി ഞാൻ പറയുന്ന ഈ ടെക്നിക്കലിൽ നിങ്ങൾ ഫീൽഡ് കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ എൽ നിനോ കാരണം നമുക്ക് സീസൺ ഫെയിലിയർ ആണല്ലോ, നമുക്ക് എക്സ്പെക്ടേഷൻ ചെയ്യുന്ന ആ ഈൽഡ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് അടുത്ത മഴ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യ വേണ്ടിയ ട്രീറ്റ്മെന്റ് ആദ്യം മ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് ഫംഗിസൈഡ്, ഈ റെസിനോളിക് ആസിഡ് മിക്സ് ആണ് ഈ ഫംഗിസൈഡ് പൗഡർ കുളച്ച് അളുക്കണം. അതുപോലെ ഒരു പൗഡർ 200 ലിറ്റർ വെള്ളത്തിൽ 1/2 കിലോ ചേർത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് തട്ടമരിച്ചലുണ്ടാണ് ഈ പിത്തിയം, ഈ പൈറ്റോപ്തറ ഫംഗസ്, ഈ മഴ കിട്ടിയിട്ട് പിന്നെ ചൂട് വന്നാലും ഇല്ല ഭയങ്കര മഴയാണാലും ഇല്ല നമുക്ക് മഴ കുറവാണാലും ഈ പിത്തിയം ഫംഗസ് നമുക്ക് മണ്ണിൽ ഉണ്ട്. അത് സീസൺ തുടക്കത്തിൽ നമുക്ക് കൊല്ലണം. വേറെ എന്താ ചുണ്ണാമ്പ് അതുപോലെ ട്രീറ്റ്മെന്റ് എതും ചെയ്യേണ്ട. ഈ മീറ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മണ്ണിലുള്ള ഫംഗസ് മൊത്തം, പിത്തിയം ഫംഗസ്, ഫിസേരിയം ഫംഗസ് മൊത്തം കാലിയാകും. ഇതുകൊണ്ട് നമുക്ക് തട്ട പോള പൊളിച്ചൽ, അരുമ്പ് കരിച്ചൽ, ഡ്രോപ്പിംഗ് എതും വരത്തില്ല. അങ്ങനെ അതുപോലെ ഒരു സ്റ്റൈലിൽ നമുക്ക് ഈ മീറ്റ് അപ്ലിക്കേഷൻ ചെയ്യണം. അതിനടുത്ത് ഈ മെനറ്റോഡും റേഫളും ചേർത്ത് 200 ലിറ്റർ വെള്ളത്തിൽ 100 മില്ലി മെനറ്റോഡ് 100 ഗ്രാം റേഫൽ മാത്രം ചേർത്ത് കളക്കി ഒഴിക്കണം. ഇതുകൊണ്ട് നമുക്ക് മണ്ണിലുള്ള നെമറ്റോഡ്, മീലിബഗ് ആൻഡ് മണ്ണിൽ ഉള്ള മറ്റ കേട് ചെയ്യുന്ന ഫംഗസും റൂട്ട് ഗ്രബ്സും മൊത്തം കൺട്രോളാകും. ഈ 2 ട്രീറ്റ്മെന്റ് മാത്രം പുതുമഴ കിട്ടിയ ശേഷം നമുക്ക് ആവശ്യം ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ട് ആ തോട്ടം പക്കവായിട്ട് ക്ലിയർ ആകും. ഈ ആവശ്യമില്ലാതെ ചുണ്ണാമ്പ് കയറ്റി കൊടുക്കേണ്ട. ഈ വർഷം ഈ മഗ്നീഷ്യം, സൾഫർ അങ്ങനെ സാധനം കൊടുക്കവേ വേണ്ട. അപ്പോൾ ഈ CMS എന്ന് പറയുന്ന കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മാത്രം ചെടിക്ക് ഗ്രാനുവൽസ് വടിവത്തിൽ നമുക്ക് 1 കിലോ ഇട്ട് കംപ്ലീറ്റ് pH ന്യൂട്രൽ ചെയ്യുന്ന പണി മാത്രം നമുക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് മന്ത് മഴയോടെ ചേർന്ന ചൂട് നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ബോറർ
ഈ പാനിക്കൽ ബോറർ ത്രിപ്സ് കൂടുതൽ അറ്റാക്ക് ആകാൻ ചാൻസസ് ഉണ്ട്. അതോട് നമുക്ക് ഈ ലീഫ് സ്പോട്ട് ഡിസീസ്, ഈ സ്റ്റംറാട്ട്, ഈ അളുകൾ ഉണ്ടാകുന്ന ഈ പിത്തിയം ഫംഗസിന്റെ സ്പോർസ് ഈ സമയത്തെ മരുന്നടിച്ച് നമുക്ക് കൊള്ളുന്ന രീതിയിൽ നമുക്ക് മരുന്ന് പോകണം. അതിനു വേണ്ടി ഗ്ലോറിയസ് എന്ന മരുന്ന് ഒരു 25 മില്ലി, അതോട് ഡയാഫെൻതുയിറാൻ, ഈ പോർട്രോൺ പറഞ്ഞത് 50 ഗ്രാം മാത്രം. നെക്സ്റ്റ് ഡയാസിൽ, ഈ ഡയാസിൽ ഫംഗിസൈഡ് 20 ഗ്രാം മിക്സ് ചെയ്തിട്ട് കുളിപ്പിച്ച് അടിക്കുക. ബോറർ, ത്രിപ്സ് ആൻഡ് ഫംഗളിലിരുന്ന് രക്ഷപ്പെടുക. നെക്സ്റ്റ് നമുക്ക് ഒരു ഫോളിയാർ സ്പ്രേ ഒന്ന് കൊടുക്കണം. മഴ കിട്ടിയ ശേഷം ഇല്ല വെള്ളം നല്ല അടിക്കുന്ന ആൾക്കാർ ധൈര്യമായിട്ട് ഒരു ഫോളിയാർ, മൈക്രോന്യൂട്രിയൻസ് മാത്രം കൂടുതൽ ചേർത്ത് ഒരു ഫോളിയാർ സ്പ്രേ. മൈക്രോന്യൂട്രിയൻസ് 200 ഗ്രാം ടാരക് എന്ന് പറഞ്ഞ ഒരു 200 ഗ്രാം മൈക്രോന്യൂട്രിയൻസ്, ജിങ്ക്, ബോറാൻ ചേർത്ത്, പിന്നെ 13-40-13 ആൻഡ് 13-0-45 അതുകൂടെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഒരു ഹാർമോൺ. ഇത് സ്പ്രേ ചെയ്താൽ നിങ്ങൾക്ക് ഈ അരുമ്പ് ഇറുക്കം ടൈറ്റ് എതും വരത്തില്ല. എണ്ണ ചൂട് വന്നാലും സൂപ്പറാണ്. ഫ്ലവറിങ്ങോടെ സെറ്റിംഗ് ആകുന്ന ഈ ഫോളിയർ കോമ്പിനേഷൻ നമുക്ക് ചെയ്യണം. അതോട് നമുക്ക് DAP, K41 ആൻഡ് മെറിനോ ആൻഡ് സൂപ്പർ പിനാക്കൽ എന്ന് പറഞ്ഞ ഒരു ജിബ്രാളിക്ക് കൂടിയ ഒരു മൈക്രോന്യൂട്രിയൻ ചേർത്ത് നമുക്ക് ചെടിക്ക് 10 ലിറ്ററും കൂടെ കളക്കി ഒഴിക്കുന്ന ഒരു വിഷയം ചെയ്താൽ ചരം നല്ല തട്ടപ്പൊക്കം ഇല്ലാതെ ഈ ഫോസ്ഫറസ് കൂടി കൊടുക്കുമ്പോൾ ചരം മാത്രം നീണ്ടുവരും. സെറ്റിംഗ്, കായ്ക്ക് ബോൾഡ്, കംപ്ലീറ്റ് പക്ക സെറ്റിങ്ങോട് ചെടിക്ക് പച്ചപ്പ മാറും. ഇത് നമുക്ക് ഒന്നും ചെയ്യണം. അതോട് മീറ്റും മിനറ്റോടും ആപ്ലിക്കേഷൻ പുതു മഴ കിട്ടിയ മെയ് 10-15 അതിന് ഉള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കണം. ഇങ്ങനെ ഈ മാസം മാത്രം ഫോളോ അപ്പ് ചെയ്തിട്ട് പ്ലാന്റ് പ്രൊഡക്ഷൻ ഒന്ന് ചെയ്ത് രക്ഷപ്പെട്ട് അടുത്ത സീസണിൽ മുന്നോട്ട് പോകണം. താങ്ക് യു റെസ്പെക്റ്റഡ് ഗാർഡൻ പ്ലാന്റേഴ്സ്. താങ്ക് യു.